ചുങ്ക ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി 2 മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ. അതുപോലെ ഭർത്താവിൻ്റെ ചേട്ടനോ അനിയനോ 3 തടിയന്മാരാണ്. ഈ തടിയന്മാരെല്ലാം കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ മാനസികമായിട്ട് ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയും ആ മക്കൾ 2 അരിമപ്പെട്ട 2 പെൺമക്കൾ, ആ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ ഇളയ മോളാണെങ്കിൽ മോൾക്ക് മരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ആ മൂത്ത പെൺകുട്ടിയും ഷൈനി അന്നത്തെ ദിവസം ഉറങ്ങിക്കാണില്ല ഈ ആത്മഹത്യ ചെയ്യണേൻ്റെ അന്ന്. ഇളയ മോള് ഉറക്കത്തിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ടാണ് ഷൈനി ട്രെയിനിന് മുന്നിലേക്ക് ചാടാനായിട്ട് പോകുന്നത്. ആ മോള് പിറകോട്ട് വലിക്കുന്ന CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. കാണുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ച് പിടയുന്നു. അതിപ്പോഴും ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല നമ്മളെ കൊണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ, നോബി എന്ന് പറയുന്ന ആ ചെറ്റയുടെ വീട്ടിൽ അത്രയ്ക്ക് മാനസികമായിട്ട് ഷൈനി 2 മക്കൾ 3 മക്കളുണ്ടായിരുന്നു. ആ അമ്മയെക്കുറിച്ച് ഓരോന്ന് മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും നോബി എന്ന് പറയുന്ന ചെറ്റയും അവൻ്റെ അമ്മയും ചേട്ടനും പാതിരി വള്ളിയിലച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് ആ മോനെ അങ്ങ് വശത്തെ ആക്കുകയും ആ മോനെ കൊണ്ട് അമ്മയുടെ പേരിൽ കേസ് കൊടുപ്പിക്കുകയും, ഇല്ലാത്ത കേസ്. ഒരു മകൻ അമ്മയുടെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ എത്ര ചിന്താഗതി, തലയ്ക്ക് എത്ര വിവരം ഉണ്ടെന്നൊന്ന് ഓർമ്മിച്ച് നോക്കണം. മോനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ആ കുട്ടി, അതാണ് മൂത്ത മോൻ, അപ്പം അവനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഈ അമ്മയുടെ പേരിൽ കേസ് കൊടുത്തതിന് ശേഷം ഷൈനി മാനസികമായിട്ട് തകർന്നു. ഒന്നാമത് ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനം, ഫുള്ള് ഇടിക്കുകയും മൊത്തത്തിൽ ഒരു ദിവസം മൊത്തം ഷൈനിയെ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കി എങ്ങനെയെങ്കിലുമാണ് ഷൈനി അങ്ങ് പോയിട്ടും അവിടെ ആയിരുന്നാലും അവർ പറയും നിങ്ങളങ്ങ് പോ എന്നേ പറയുള്ളൂ. തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോവാനേ പറയുള്ളൂ. എത്ര പീഡനം സഹിച്ചായിരുന്നാലും അവിടെ കിടക്കണം എന്നാണ് മാതാപിതാക്കൾ പോലും പറഞ്ഞു കൊടുക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അവരോരോ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മക്കൾ വന്ന് പറയാണ് ഇതുപോലെ എനിക്ക് അവിടെ സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പീഡനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് പോ എന്ന് പറഞ്ഞയക്കും. അവർക്ക് ഈ ഷൈനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ അവിടെ നടന്ന സംഭവങ്ങൾ. ഷൈനി അത്രയ്ക്കും സാക്ഷി കെട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഷൈനി ചെയ്തത് ഒട്ടും ശരിയായില്ല. അമ്മാവി അമ്മയെന്ന് പറയുന്നവർ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ ഈ ഷൈനിയെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അങ്ങേയറ്റം ചെയ്തു. എന്നിട്ട് ആ കിളവി പറയാണ്, പിന്നെ ഈ അച്ഛനും ഈ നോബി എന്ന് പറയുന്ന സാധനം, അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ്റെ ചേട്ടനാകണ്ടേണ്. ഇവർ 2 പേരും കൂടി എടുത്തിട്ട് മർദ്ദിക്കുമ്പോൾ ഈ നോബിയുടെ അമ്മ പറയണു, ചാനലുകാരടുത്ത് പറയണു, ഞാൻ അന്ന് ഷുഗർ വന്ന് എനിക്ക് ഒരു ശകലം പോലും വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു, എനിക്ക് ഓർമ്മയൊന്നും ഇല്ലാതെ കിടന്നു. കിളവി. അതുപോലെ അച്ഛനെന്ന് പറഞ്ഞാൽ നോബീര തന്തയെന്നേ പറയാൻ പറ്റുള്ളൂ. ആ സാധനം ഉണ്ടല്ലോ, ഷൈനി ആത്മഹത്യ ചെയ്ത് 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തതിൻ്റെ അന്ന് ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് ആ കിളവനൊക്കെ വലിച്ച് മരിക്കാതെ തന്നെ ആ കിളവൻ എന്തേലും ഇത് മദ്യം ഓർഡർ ചെയ്ത് മദ്യം വാങ്ങിച്ചതിന് ശേഷം മദ്യം കഴിച്ച് സന്തോഷം കൊണ്ട് ഷൈനി മരിച്ചതിൻ്റെ സന്തോഷം ആടിത്തിമിർത്ത് ആ വീട്ടിൽ പള്ളിയിലച്ഛനെന്നൊക്കെ പറഞ്ഞ് കിടക്കണ ഓരോരുത്തന്മാരുണ്ടല്ലോ. ഈ അച്ഛന്മാർ നല്ല അച്ഛന്മാരെയും പറയിക്കാനാണ് ഇവന്മാർ കിടക്കണത്. ദുഷ്ടന്മാരെ, നിനക്കൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവളെ വീട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു. നീയൊക്കെ എന്തിനടാ ഇങ്ങനത്തെ കൊല ചെയ്തത്? ദുഷ്ടന്മാരെ, പള്ളിയിൽ അച്ഛൻ്റെ കോട്ട് ഇട്ടുകൊണ്ട് നീയൊക്കെ കിടക്കൊല ബാക്കിയുള്ള നല്ല അച്ഛന്മാരെ പറയിക്കാനായിട്ട്.
നിനക്കൊന്നും ഒരു പണിയില്ലടാ, പോയി കിളയ്ക്കാൻ പോടാ. നീയൊക്കെ എന്തിനടാ അന്യ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നീയൊക്കെ എന്തിനടാ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കണ? ഈ നോബിയുടെ അച്ഛനെ കൊണ്ടല്ല വലിച്ച് വെള്ളം വലിക്കൂടാ. അവസാനം നീയൊക്കെ ആ അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചിയും അച്ഛനും എല്ലാം വെള്ളം വലിച്ച് ഒരു തുള്ളി വെള്ളം പോലും നിനക്കൊന്ന് കിട്ടാൻ വയ്യാതെ നീയൊക്കെ വലിച്ച് മരിക്കും. നീയൊക്കെ ഈ അയൽവക്കക്കാരി എന്നെ പറയുന്നുണ്ട്, ഈ നോബിയുടെ അയൽവക്കക്കാരി എന്നെ പറയുന്നുണ്ട്, അവർക്ക് ആർക്കും അവിടെ കിടക്കാൻ പറ്റുന്നില്ല ഈ സാധനത്തിന്. എങ്ങനെയാണ് ഷൈനി അവിടെ സഹിച്ച് കിടന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പിന്നെ ഈ അയൽവക്കക്കാരെ പെരേടം മൊത്തവും വെട്ടിപ്പിടിച്ചങ്ങെടുത്ത് നോബിയുടെ അമ്മയും അച്ഛനും അതുപോലെ പള്ളിയിലെ അച്ഛനെന്ന് പറയണ പാതിരി പട്ടം മേടിച്ച അവനും പിന്നെ നോബി എല്ലാവരും കൂടെ ചേർന്ന് ആ പാവപ്പെട്ട അയൽവക്കത്ത് കിടക്കുന്ന ആ സ്ത്രീയുടെ പെരേടം അങ്ങോട്ടാക്കി എടുക്കുകയും അതുപോലെ അവരെ ചെറിയ ആട്ടിൻകുട്ടി വന്ന് പിന്നെ ഇവരെന്തോ ചീനി അങ്ങണ്ട ഉണക്കായിട്ടിരുന്ന ഈ നോബിയുടെ അമ്മച്ചി ചീനി ഉണക്കായിട്ടിരുന്ന ആ ചീനിയിലോട്ട് അങ്ങാണ്ട് ഒന്ന് ആട്ടിൻകുട്ടി കയറേ അങ്ങനെയെങ്ങാണ്ട് ചെയ്തതിന് ആ പാവം ക്രൂരമായിട്ട് എടുത്തിട്ട് അടിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കാൻ വന്ന ആ അമ്മയുണ്ട്, മോനെ എടുത്തിട്ട് മർദ്ദിക്കണ കണ്ടുകൊണ്ട് ആ അമ്മ ഓടി വന്നപ്പം അമ്മേരെയൊക്കെ പുറത്ത് കയറിയിരുന്നാണ് ഇടിച്ചതെന്ന് പറയണ. ആ കഴുത്തൊക്കെ കുത്തി പിടിച്ചിട്ട് ദുഷ്ട സ്ത്രീയാണിത്. ദുഷ്ട സ്ത്രീ ഷൈനി എന്ന് പറയുന്ന ആ പെൺകുട്ടി എങ്ങനെ അവിടെ കിടന്ന്? നിനക്കൊന്നും ചെലവിന് കൊടുക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ നീയൊക്കെ പുല്ലുകളെ നീയൊക്കെ അങ്ങ് പറഞ്ഞു വിടാത്ത എന്താടാ? അവളെ വകയും സ്വത്തും മൊത്തവും നീയൊക്കെ എടുത്തും കൊണ്ട് നീയൊക്കെ തിന്ന് ക്ലാച്ച് കിടന്നിട്ട് നീയൊക്കെ എന്തരടാ പോക്കൃത്തരം കാണിക്കണത്? പിന്നെ അതുപോലെ ഷൈനിക്ക് 2 പെൺമക്കൾ ഒരാണും ഉണ്ട്. ഈ പെൺമക്കൾ വലുതായി വരെയല്ലേ, അപ്പോഴും ഇവൻ്റെ ഈ നോബി എന്ന് പറയുന്ന ചെറ്റേരെ വക കൊടുക്കണമല്ലോ. പെരേടായിരുന്നാലും ഈ മക്കൾക്കും ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാണ്. അപ്പോഴേ ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വേല ഇത്രയും ചെയ്ത് കൂട്ടിയത്. എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം. ഇവളെ ഒഴിവാക്കി ഈ മക്കളെ ഒഴിവാക്കുമ്പോൾ വകയൊന്നും കൊടുക്കണ്ട. മറ്റേ പെൺകുട്ടികൾ വലുതായി വരെയല്ലേ, അപ്പോൾ അവർക്ക് അവരെ പഠിപ്പിക്കണം, കല്യാണ പ്രായമാകുമ്പോൾ കെട്ടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഈ നോബി ചെറ്റയും അവരെ വീട്ടുകാരും കൂടി ചേർന്ന കൊലപാതകം തന്നെയാണിത്. അത്രയ്ക്കും ക്രൂരമായിട്ട് ആ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ശാരീരിക ഇടിച്ച് ചതച്ച് ഇഞ്ചപ്പരിവാക്കി ആ പെൺകുട്ടിയാണ്. ഇത് മീഡിയക്കാരും ഇപ്പോൾ വരുന്നില്ല. എല്ലാവരും വേറുള്ള വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും. പക്ഷേ 2-3 ബ്ലോഗർമാർ മാത്രം ഇതിനെക്കുറിച്ച് എടുത്തു വെച്ച് സംസാരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. എടാ നോബി ചെറ്റ്, നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നീ ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് നീ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അച്ഛനെന്ന് പറയുന്ന സാധനം പാതിരി ഏത് ടാങ്കിനകത്തടാ നീ ഒളിച്ചിരിക്കുന്നത്? നീ ഏതാ കുഴിയിലകത്ത് പിന്നെ ഓടയ്ക്കകത്താങ്ങാണ്ട് ഇരിക്കുകയല്ലേ? നീ ഏത് ഓടയിലാണ് ഇരിക്കണ? നീ ഓടയിൽ നിന്ന് പുറത്തു വാ. എവിടെ പോയി ഏതാ കുറ്റിക്കാട്ടിനകത്ത് ആ മരത്തിൻ്റെ മണ്ടയിലായി എവിടെയോ ഏതാ ഓടയ്ക്കകത്താങ്ങാണ്ട പോയി ഒളിച്ചിരിക്കുന്നു. നിനക്കൊന്നും വേറെ ഒരു പണിയില്ല. ഈ പെൺപിള്ളേരെ കൊണ്ടുവന്നാൽ ചെലവിന് കൊടുക്കണം, ചെലവിന് കൊടുക്കുകയും വേണം. അതുപോലെ ആ മക്കളാവുമ്പോൾ അതിനെയൊക്കെ നോക്കുകയും വേണോടാ. ഇങ്ങനെയുള്ളവന്മാർ കല്യാണം കഴിക്കണേ എന്തിന്? നിനക്കൊന്നും വേറെ ഒരു പണിയില്ല. നിനക്കൊന്ന് ചുമ്മാതിരുന്നൂടെ? വേറുള്ള പെൺപിള്ളേരെ കൊണ്ടുവന്നിട്ട് നീയൊക്കെ മാനസികമായിട്ട് പീഡിപ്പിക്കണം. ആ തള്ളച്ചി വേണം അടിച്ച് ഓട്ടിക്കായി. തള്ളച്ചി ഒന്നും അറിഞ്ഞില്ല. തള്ള പറയണതിന് ബോധം കെട്ട് കിടന്നു. തന്ത ആഘോഷിച്ചവിടെ. ഷൈനി മക്കളും മരിച്ചതിന് എൻ്റെ കള്ളക്കരച്ചിട്ട് കരയണു. അയ്യോ എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ. കള്ളക്കിളവാ നീ കിളവി. നീയൊക്കെ എല്ലെണ്ണോ ഇവിടെ വെച്ച് അനുഭവിച്ചിട്ടേ നീയൊക്കെ പോവുള്ളൂ. എന്തുമാത്രം പിടച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പോലും ഒരു സുരക്ഷയായിട്ട് ഒന്ന് പിടിച്ചണയ്ക്കാനായിട്ട് ആരുമില്ലായിരുന്നു. അമ്മയച്ഛനായിരുന്നാലും നല്ല വാക്ക് പറഞ്ഞ് വീണ്ടും അങ്ങ് പറഞ്ഞയക്കും. അപ്പോഴും ഓർമ്മിക്കൂല ആരും അവിടെ അടുത്തത് മരണമാണെന്നും.
അതിന് എങ്ങും ഒരു സുരക്ഷ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അതങ്ങനെ ചെയ്തത്. അതിനൊരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. ഇതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ അതൊന്നും ജീവിച്ചിരിക്കാനുള്ള, ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഇല്ലെങ്കിൽ അതിന്നും ജീവിച്ചിരിക്കാനുള്ളതായിരുന്നു ആ 2 മക്കളും. ആ മക്കൾക്ക് മരിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ആ ദുഷ്ടന്മാരെ, ഇങ്ങനെയുള്ള ദുഷ്ടവഞ്ചകന്മാരെ, നീയൊക്കെ ഈ ഭൂമിക്ക് തന്നെ ഭാരമുണ്ടാ? നിനക്കൊക്കെ മക്കളെ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നീയൊക്കെ ചെലവിന് കൊടുക്കാനും. നിനക്കൊക്കെ വകയുണ്ടെങ്കിൽ ആ മക്കൾക്ക് കൂടെ ഉള്ളതാണെടാ. നിയമപരമായിട്ട് ഭാര്യ വേർപെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്കും ആ മക്കൾക്കും അവകാശപ്പെട്ടതാണെടാ വകയും സ്വത്തും എല്ലാം. നീയൊക്കെ അങ്ങ് കൊന്നു കളയുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, നീയൊക്കെ അതിനെയൊക്കെ അടിച്ചും കൊന്നും ഇല്ലാതാക്കുമ്പോഴത്തേക്ക് നിൻ്റെയൊക്കെ ആ വകയൊന്നും ആർക്കും പോകൂലല്ലോ. അതുകൊണ്ടല്ലേ നീയൊക്കെ അങ്ങനെ ചെയ്തത്. സ്ത്രീ എന്ന് വിചാരിച്ച എന്തോന്ന് വിചാരിച്ച് നീയൊക്കെ? ഇങ്ങനെ ഉള്ളവന്മാരാ ജീവിച്ചിരിക്കാത്തന്നെ. കള്ള അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി. അച്ഛനും അമ്മച്ചിയും മക്കളും അല്ല, 4 മക്കളാകണ്ടേണ് ഒരു പെണ്ണ്. നിന്റെ സഹോദരിയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂ? ഒരു വല്ലാത്ത ഒരു ഇതായിപ്പോയി. എന്തായാലും ഇനി ഒരു ഷൈനിമാരും ഇങ്ങനെയുള്ള പെമ്പിളരെ നീയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ സഹിച്ച് കിടക്കരുത്. നീയൊക്കെ പോടാ പുല്ലെന്നും പറഞ്ഞെടുത്ത് കളഞ്ഞിട്ട് പോകണം, കോടതി മുഖാന്തരം പോകണം. നിനക്കൊക്കെ അങ്ങനെ മക്കളൊക്കെ ഉണ്ടായി വകയൊക്കെ കുട്ടിയൊക്കെ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവന്മാരെ വെറുതെ വിടരുത്. നീയൊക്കെ കോടതി മുഖാന്തരം പോയി ആ വകയും സ്വത്തും മക്കൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അവന്മാരങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ നീയൊന്നും അനുവദിക്കരുത്. പോയി കേസ് മുഖാന്തരം പറഞ്ഞ് മേടിക്കണം. അങ്ങനെ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാത്തവന്മാരാണ് ഒറ്റയ്ക്ക് തിന്ന് ക്ലാച്ച് ഒറ്റയ്ക്ക് സുഖിച്ച് കിടക്കാൻ നീയൊന്നും അനുവദിക്കരുത്. കോടതി മുഖാന്തരം പോയി പറഞ്ഞ് മേടിക്കണം. അല്ലെങ്കിൽ ആ മക്കൾക്ക് തന്നെ തൻ്റെ ഇടം വേണം. സന്തോഷമായിട്ട് ആ മക്കളെ വളർത്തി ആ മക്കൾക്ക് നല്ല ധൈര്യം കൊടുത്തുകൊണ്ട് ആ മക്കൾ ഇതിന് മുന്നിലോട്ട് ഇറങ്ങണം. യുവമാരെ ഒറ്റയ്ക്ക് തിന്നാൻ സമ്മതിക്കരുത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഒരു ഷൈനിമാരും ഇങ്ങനെ ആവരുത്, ഒരു പെൺപിള്ളേരും ഇങ്ങനെ ആവരുത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പീഡനം നടക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അവന്മാർ കൊല്ലാൻ നോക്കിയാൽ അതങ്ങനെ കൊല്ലാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ സ്വസ്ഥരായിട്ട് സന്തോഷമായിട്ട് പോയി ജീവിക്കണം.